ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഗെയിമിംഗ് തട്ടറി ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞ പോലെ ഫുൾ അയൺ ആർമറായി ആൻഡ് ടൂൾസുമായി ഒരു ബേസും കെട്ടി. അപ്പം നേരെ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കണമെന്നുണ്ട്. അതേപോലെ നെതർ പോർട്ടലുണ്ട് അവിടെ. അപ്പോൾ നെതറിൽ പോകണമെന്ന് എനിക്കുണ്ട്. ഫസ്റ്റ് വില്ലേജ് കണ്ടുപിടിക്കാൻ നോക്കാം. ഫസ്റ്റ് വില്ലേജ് കണ്ടുപിടിക്കാം. പോകണമെങ്കിൽ വിഭവം കളക്ട് ചെയ്തേക്കുക. ഫുഡിനായല്ലോ ഫുൾ അയൺ ആർമറായി നമ്മൾ പറഞ്ഞ പോലെ അതാണ് സീൻ. നെതറിൽ നമുക്ക് ഒരു ഒബ്സിഡിയനെ കിട്ടുള്ളൂ. ഇതിൽ ഒരു ഒബ്സിഡിയൻ ഇത് മാറ്റിയിട്ട് നമുക്ക് എത്ര ഒബ്സിഡിയൻ വേണം? 1 2 മാറ്റണം. പിന്നെ 3 ഇവിടെ തന്നെ 3 ഉണ്ട്. 4 ഇവിടെ 3 വെക്കാൻ പറ്റും. അപ്പം അതൊന്ന് റെഡി ആക്കിയിട്ട് നമുക്ക് വില്ലേജിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം പോയി നമുക്ക് നമ്മുടെ ഇവിടെ നോക്കിയാൽ നമ്മുടെ ബേസിൻ്റെ ഹെഡ് തന്നെ ഉണ്ട്. നമുക്ക് ആദ്യം ഇതും കുടിക്കാൻ ഓക്സിജൻ എടുത്തിട്ട് ഓക്സിജൻ നമുക്ക് പിന്നെ ആവശ്യം വരും. എന്നാലും ഇപ്പം നെതറിക്ക് പോർട്ടൽ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ അത് സെറ്റായി. പക്ഷെ നെതറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അയൺ ആർമർ ഇട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ അമ്മമാരെ ഒരു തീരുമാനം ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഒരു ഹെൽമെറ്റോ വെസ്റ്റോ ബൂട്ട്സോ അതെന്തെങ്കിലും ഒന്ന് നമ്മൾ ഗോൾഡ് ഇട്ടിട്ട് പോകണം. ഗോൾഡ് തന്നെയല്ലേ? ഇതിലല്ല, സോറി, ഇതിൽ ഇതെടുക്കുക. നമ്മുടെ ബാക്കി നമ്മുടെ ഒരയണുള്ളൂ. പോരാ. അപ്പം നമുക്കിപ്പോൾ എന്തായാലും വിചാരിച്ച സാധനം സെറ്റാകില്ല. നമുക്ക് തൽക്കാലത്തിന് എന്തെങ്കിലും നമ്മളിൽ ടൂളില്ല. തൽക്കാലത്തിന് നമുക്ക് ഇപ്പോൾ വില്ലേജ് കണ്ടുപിടിക്കാൻ ഇറങ്ങാം. നമുക്ക് തൽക്കാലത്തിന് ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചപ്പോൾ അനുസരിക്കുക. നേരത്തെ ഉദ്ദേശിച്ചത് വാട്ടർ ബക്കറ്റില്ലേ, അത് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കാമെന്നായിരുന്നു. പക്ഷെ നമ്മളിൽ വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കാനുള്ള അയണില്ല. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ സ്ഥലം ഞാൻ ചുറ്റി കറങ്ങിയായി. ഇനി ഈ ഐലൻഡ് തന്നെയാണ് തോന്നുന്നു. ഈ ഐലൻഡ് തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ തോന്നണം അത് ചെറുതാണെന്നാണ് തോന്നുന്നത്. ഇതെന്താ നോക്കിയിട്ട് അങ്ങോട്ട് പോവാം. ഇത് കാണുമ്പോൾ ചെറുത് തോന്നുന്നു. ഇത് നോക്കിയിട്ട് അങ്ങോട്ട് പോകാൻ കുറേ ഉണ്ട് സ്ഥലങ്ങൾ. പറ്റില്ല, നോക്കാം. അവിടെ ഇത് വലിയ നമ്മുടെ സ്ഥലത്താണ് ചെറിയൊരു ഐലൻഡ്. ഇപ്പം ചെയ്യാൻ വരെ പാവങ്ങളാണ്. പക്ഷേ നമ്മൾ ഇത് പൊട്ടിച്ചാൽ അത്ര തന്നെ നമ്മുടെ കാര്യം കഴിയും. എടാ ചെറിയ ഐലൻഡാണ്. അത് അത്രക്കൊന്നുമില്ല. അപ്പുറത്തേക്കുണ്ട് കേട്ടോ, അപ്പുറത്തേക്കുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫുള്ള് നോക്കി. ഇനി ഇതും ഇത് അപ്പുറം എനിക്കുണ്ട്. എന്നാലും അത് തപ്പും. അതെല്ലാം നമ്മൾ ഫസ്റ്റ് തപ്പും. എന്നിട്ട് ഇങ്ങോട്ട് വന്നല്ല, എന്നാലും അങ്ങനെ ചെയ്യാൻ തപ്പിയിട്ട് അത് തപ്പിയിട്ട് വന്നിട്ട് അത് ഫുൾ എക്സ്പ്ലോർ ചെയ്യണം. എന്തൊക്കെ ഉണ്ടാവും, മോബ്സും അറിയില്ല. ഞാൻ അങ്ങോട്ട് പോവാം. വലിയ സ്ഥലമാണ്. വലിയ സ്ഥലം പറഞ്ഞാൽ വലിയ സ്ഥലമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. വലിയ സ്ഥലമാണ്.
ഈ ഐലൻഡ് കുറേ നമുക്ക് ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ടില്ലേ, നമ്മൾ വിചാരിക്കുന്നത് കുറേ കാര്യങ്ങളുണ്ടാകും. ചിലപ്പോൾ നമുക്ക് തപ്പ കുറച്ച് റവന്യൂ എടുത്തിട്ട് അങ്ങ് എടുക്കുക. അവനെടുത്തിട്ട് പോവുക, കുറച്ച് അവനെടുത്തിട്ട് പോകാൻ. ഫസ്റ്റ് ഇവിടെ നിന്ന് തുടങ്ങും. സ്പീഡിലുണ്ട് ഇത് കഴിക്കാം. അങ്കർ ലെവൽ ഫുള്ളാക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് സ്പീഡിലാവാൻ പറ്റും. ഫുള്ളും വുഡാണ് കേട്ടോ. വുഡ് നമുക്കിതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കണം. അങ്ങനെ വില്ലേജും കൂടെ കിട്ടിയാൽ വേറെ ലെവലായി. പിന്നെ പറയണ്ടല്ലോ, വില്ലേജും കൂടെ കിട്ടിയാൽ സീനാവും ഗൈസ്. നൈറ്റ് ആവാനായി. കുഴപ്പമില്ല, നമ്മളെന്തിനെ പേടിക്കണം. എത്ര ഗോളുണ്ട്? 3 ഗോളുണ്ട്. ഒരു കുഴപ്പമില്ല. കുറച്ച് മരം വേഗം പൊട്ടിക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. നമ്മൾ ഫസ്റ്റ് ചെയ്ത പണി ഇവിടെ ചെയ്താൽ മതി. സിമ്പിൾ. ക്രാഫ്റ്റിംഗ് ടേബിൾ അയ്യോ 2 ഉണ്ടാക്കി ഗൈസ്. പറ്റില്ല. കുറച്ച് പണി ഈ ചെടി കുറച്ച് എടുക്കണം. ക്രാഫ്റ്റിംഗ് ടേബിൾ വയ്ക്കുക. ഈ ചെടി എടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കുക. ഇതൊന്ന് കിട്ടിയിട്ട് ഉണ്ടാക്കുക. എന്നിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ തൊടുക. ഒരു ബെഡ് ഉണ്ടാക്കുക. ഈ ബെഡോടെ വയ്ക്കുക. ഒരു കിടക്കുക. സിമ്പിൾ പരിപാടി. ഇത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടി ഫ്രണ്ട്സ്. നമുക്ക് ഇതൊക്കെ മുറിച്ച് കയ്യിൽ വയ്ക്കുക. ഇനിയിപ്പോൾ നമ്മൾ ചത്താലിപ്പോൾ ഇവിടെ സ്പൂണാവാതെ കുഴപ്പം. അതാരെ എൻ്റെ ചോമ്പിക്കുട്ടാ, എന്നെ കൊല്ലണതാ. ഇനി സ്വപ്നങ്ങൾ അമ്മേ അല്ലല്ല തീയോ സീനില്ല. നമുക്ക് എൻ്റെ 2 വെട്ടിനുള്ളൂ. ഒരു വട്ടം കൂടി അത്രേ ഉള്ളൂ. അവിടെ ബാക്കിലുണ്ടോ? ഇല്ല. ഓ മൈ ഗോഡ്, ഇത് വിചാരിച്ച പോലില്ല കേട്ടോ ഫ്രണ്ട്സ്. നല്ല വലിയ ഒരു ഐലാൻഡ് തന്നെയാണിത്. നമുക്ക് മേലെ കയറി നോക്കാം. ടോർച്ചൊന്ന് അല്ലല്ല, ഞാൻ താഴെ നിന്ന് കണ്ടപ്പോൾ ടോർച്ച് ഉണ്ടായിരുന്നു. നമ്മുടെ ഐലാൻഡ് ഇവിടെ നോക്കിയാൽ കാണുമോ? ഇല്ല, പൈതി വരെ കാണുള്ളൂ ഗൈസ് ഐലാൻഡ്. അങ്ങോട്ട് നമ്മുടെ ഐലാൻഡാണ്. ഇത് പൊട്ടയായിട്ടില്ല, മറ്റേ അതാ പോർട്ടലിലേക്ക് ചെറുതായിട്ട് കണ്ട്. ഞാൻ ഫസ്റ്റൊക്കെ ഞാൻ കുറച്ച് യൂട്യൂബറിൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ മൈൻക്രാഫ്റ്റ് കളിക്കാൻ എനിക്ക് താല്പര്യമായത്. ഈ എന്താ അതിന് പറയുക, അയ്യോ എൻ്റെ ഇതിലും വരുന്നില്ല, നാവിൻ്റെ അറ്റത്ത് നിൽക്കുന്നു. ബട്ടറല്ലത് എന്തോ പറയും. അയ്യോ ഇത് സിമ്പിളായതല്ലേ. മത്തൻ ഉള്ളവിടെ, മത്തനല്ലേ? ഇതുള്ളവിടെ വില്ലേജ് ഉണ്ടാവും ചാൻസ് ഉണ്ടെന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സെന്ന് ഉദ്ദേശിച്ചത് ഞാൻ യൂട്യൂബേഴ്സിനെയാണ്. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരും ഒരു ഫ്രണ്ട് കളിക്കുന്നുണ്ട്. അവനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ ഇങ്ങനെ ഉള്ള മത്തന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ്റെ അടുത്തായിട്ട് എവിടെയെങ്കിലും വില്ലേജ് ഉണ്ടാവും ഒക്കെ പറയണ്ടായിരുന്നു. എന്താണെന്നൊന്നും എനിക്കറിയില്ല മക്കളെ. താഴേക്കിറങ്ങണ
വലിയ സ്ഥലം തന്നെ കേട്ടോ, വിചാരിച്ച പോലെ നല്ലത്, നല്ല വലിയ സ്ഥലം തന്നെ. എൻ്റെ ഇപ്പോൾ രണ്ടായണം കൂടി ഉണ്ടെങ്കിൽ സ്മെൽറ്റ് ചെയ്തിട്ട് ഞാനൊരു ബക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ വെള്ളം എടുക്കുമായിരുന്നു. എൻ്റെ വീടിനാണ് എടുക്കാൻ ഉദ്ദേശിച്ച് താഴേക്ക് ഇറങ്ങായിരുന്നു സിമ്പിളായിട്ട്. താഴേക്ക് പോകണമെന്നുണ്ട് ഫ്രണ്ട്സ്, പക്ഷേ എന്നാലും ഞാൻ എടുത്ത് എന്തിനുണ്ട് എനിക്ക് പോകണമെന്ന്. എന്നാലും എനിക്ക് സ്പീഡ് തരാം ചിക്കൻ പിന്നെ ഇവിടെ പൊന്നെ ഞാൻ വിചാരിച്ച പോലെ ചട്ട നല്ല വലിയ കേവ് തന്നെയാണ്. അതിലൊരു കേവും കാണുന്നുണ്ട്. ഞാൻ അയൺ ഇവിടെ നോക്കിയാൽ അവിടെ അയൺ കണ്ടാവോ. ഈ സാധനം വലിയ ആപത്താണ്. ഈ ഇത് കണ്ടത് ഇത് എൻ്റെ ഈ ഏരോ മാർക്കിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ആ സാധനം കുറച്ച് ആപത്താണ്. അതിലിപ്പോൾ നമ്മൾ വീണ് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, സ്പോട്ടിൽ ഡെഡാണ്. നമുക്ക് സൂക്ഷിച്ചും കണ്ടങ്ങ് കേവിനുള്ളിലേക്ക് ഇറങ്ങണ ഇല്ല. എടാ എല്ലാ പൈസ മിക്ക സ്ഥലത്തും മത്തനുണ്ടല്ലോ. നമ്മളിത് അങ്ങോട്ട് ചാടി, ഞാൻ ചാടിയതും ബെഡ് വെച്ചു. പെട്ടെന്ന് ബെഡ് റെക്കോർഡ് അവിടെ കൊണ്ട് കൈ വെച്ചുകൊണ്ട് ബെഡിലമത്തിയപ്പോൾ ഇതായിപ്പോയി, റെക്കോർഡ് ഓഫായിപ്പോയി. പിന്നെ റെക്കോർഡ് ഓൺ ആക്കിയത് 2 അയണ് കണ്ടു. 2 അയണ് എൻ്റെ ഹെൽത്തും ഇല്ല. നമ്മൾ ടോർച്ച് വേറെ എടുക്കാൻ മറന്നു കേസ്. ടോർച്ച് വേറെ നമ്മൾ എടുക്കാൻ മറന്നു, അതൊരു കുഴപ്പമാണ്. അതുകൊണ്ട് നമുക്ക് ഈ 2 അയണ് ഇവിടുത്തെ കോള് കിട്ടിയാൽ കുറച്ചും കൂടെ നല്ലതായി. 3 അയൺ കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ഒരു ചെറിയ പേടിയുണ്ട് എനിക്ക്. ചെറിയ പേടിയുണ്ട് പറഞ്ഞുള്ള എനിക്ക് നന്നായി. നമുക്ക് ഈ കോള് കുറച്ചെടുത്തേക്കാം, കോള് നമുക്ക് ആവശ്യം വരും. ടോർച്ച് ഉണ്ടാക്കാൻ കോൾ ആവശ്യം വരും ഗൈസ്. കോള് മതി, 2 മതി. 2 കുറേ എടുത്ത് നമ്മുടെ ഒരു വുഡ് ഉണ്ടാവും, വുഡുണ്ട്. ഓ മൈ ഗോഡ്, എന്നെക്കൊണ്ട് ആരിലൊക്കെ വരാൻ പറഞ്ഞിട്ടൊന്നും വരൂല അമ്മമാർ. ശരിക്കും ചെറുതായിട്ടൊന്ന് വരച്ചു അത്ര തന്നെ. ഗൈസ് നമ്മൾ താഴേക്ക് പോണില്ല, ഒന്നും വിചാരിക്കണ്ട. ഈ താഴേക്ക് വന്ന് ചെറുതായിട്ടൊന്ന് പേടി ഇല്ല. എൻ്റെ ഫുൾ അയൺ ആർമർ പോകുമെന്നും കൂടി ഒരു പേടി. ഒന്നും വിചാരിക്കണ്ട, ഇത്ര പേടിച്ചുള്ളവരാണോ? ശരി തന്നെയാണ്, പേടി തന്നെയാണ്. ഇറങ്ങണം എന്നൊക്കെ ഉണ്ട് എനിക്കും. എന്നെ കാത്ത് ഇത്ര പേരവിടെ നിൽക്കണം. ഒരുത്തം വന്നു, അങ്ങനെ വന്നു നീ വന്നു. അയ്യോ പൊട്ടക്കാരൻ വാങ്ങിക്കല്ലേ. എന്തെല്ലാം കാണിച്ചിപ്പോ. ഓ മേലക്കറി എങ്ങനെ മേലക്കറും. ഓ ബോണില്ല ഗൈസ്,
എൻ്റെ ഈ ബോണുണ്ടെങ്കിലും കൊടുക്കായിരുന്നു എനിക്ക്. കുറച്ചുണ്ടല്ലോ ഒരൊറ്റ. അയ്യോ എന്താ ഞാൻ കാട്ടണം. ലേറ്റായാ? തൽക്കാലം കടത്തിട്ട് ഗൈസ് ഇവിടെ നിന്ന് ഉറങ്ങി എണിക്കട്ടെ. കയ്യിൽ ബെഡ് വെക്കുന്നത് എത്ര നല്ലതാണ് ഇപ്പോഴാണ് മനസ്സിലായത്. വരില്ലാന്ന് എങ്ങനെയാണ് കയറി വന്നേ? ഡോഗ് സോറി ബ്രോ. നമ്മളെ കൂടെ കൊണ്ടുപോകണം നല്ലത് തന്നെയാണ്. ഒരാളല്ലേ? രണ്ടാണ്ടാ? ഓ എനിക്ക് ബോർഡും കൊണ്ട് ഉമ്മാരെ വളച്ചെടുക്കണമെന്നുണ്ട്. പക്ഷേ എന്തൊരിതത് പോയിട്ട് നമ്മളെ അമ്മേൻ്റെ ഫ്രണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്തിനും തയ്യാറാണ്. ഷെഡിലിൻ്റെ അയ്യ കുഴപ്പമില്ല. അവൻ്റെ മാംസം തന്നെ അവിടുത്തെ ബുദ്ധിയില്ലാത്ത കാര്യം. സ്പൈഡർ ഇഷ്ടമല്ല ഗൈസ്. ഇനി എന്നെ കൊല്ലാൻ ഇവിടെ എത്ര പേരുണ്ടാവുക? ഒരുത്തം വന്നു. കുഴപ്പമില്ല. ഇതന്നൊരുത്തം വന്നു. വാ എന്താ അവന്മാർ മാത്രമല്ല അവിടെ? കുഴപ്പമില്ല. നമുക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യും. പോയി ചലഞ്ച് ചെയ്യാറ് അത് വാങ്ങി വന്നില്ല. എത്ര ചത്തോളാം കൊള്ളുന്നില്ലേ ചലഞ്ച് എത്ത്. നിന്നെയും കൂടി ഒന്ന് കൊന്നു കഴിഞ്ഞാൽ എനിക്ക് ആ ബോണ് തന്നാൽ മതി. ഒന്നുണ്ടാക്കി കാര്യമില്ല. ഒന്നു ഓ എത്ര തന്നെ ഒന്നൊന്ന് ഇവനായിട്ട്. ഓ ഗേസ് കുറച്ച് ടഫായ കാര്യമാണ് കേസുമാരുടെ കൊല്ലൽ. അവിടെയുള്ള അയണം മതി. എനിക്കിത് മതി. അവിടെ ഉണ്ട്. ഇവിടെ കണ്ട അയണം അവിടെ.
ഇതെന്തത് എൻ്റെ കണ്ണ് അയ്യോ ഞാൻ ഇപ്പോഴും അവിടെ 2 അയം കണ്ടത്. അതെ ഇവിടെ ഇല്ലാണ്ട് അവിടെ ഒന്ന് കണ്ടു. രണ്ടായം കൂടെ എടുത്തെടുക്കുക. കിട്ടിയത് കിട്ടി. രണ്ടാണ് ഞാൻ എന്തിനാ വന്ന് അത് ഞാൻ ഇവിടെ എടുത്തു. പക്ഷെ ഞാൻ തൽക്കാലം തിരിച്ചു പോകണം. ഈ കുരിപ്പുകൾ പിന്നെ വെറുതെ പൊളിഞ്ഞാങ്ങനെ പോയി. ഇവനെടുത്ത് ക്രീപ്പർ ബ്രോ എൻ്റെ പിന്നാലെ വന്ന് തന്നെ നീ ടോർച്ച് ഡോഗ്സ് എന്നെ വിട്ടില്ലേ. ഇത്ര കഷ്ടപ്പെട്ട് മാരില്ലേ വിട്ടിട്ടും കൂടി പോയാൽ കുറച്ചും കൂടി സൂപ്പറാണ്. ഞാൻ ഇപ്പം ഇങ്ങനെ ചാടി വന്ന് അതിൽ കൂടെ തന്നെ പോട്ടെ. എന്നിട്ട് അവന്മാർക്ക് ബോണ് കൊടുത്തിട്ട് അവന്മാർ ഞാൻ ഒരുത്തൻ അങ്ങനെയാണല്ലോ. ഹലോ എന്താണിത്? ഇവന്മാർക്ക് വേണ്ടി ഞാൻ കൊണ്ടുപോയത്. ഇവന്മാർക്ക് വേണ്ടി ഞാൻ ബോൺ എടുക്കാൻ പോയത്. നമ്മളെ പോലും വേണ്ടവർക്ക് ഈ വില്ലേജ് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ മതിയെന്ന്. ഇത്ര നേരം നടന്നു വന്നതിന് ഒരു വില്ലേജ് കിട്ടിയാൽ മതി. കിട്ടി മക്കളെ കിട്ടി. വില്ലേജ് നമുക്ക് കിട്ടി. വില്ലേജ് മക്കളെ കിട്ടി. നമുക്ക് വില്ലേജ് കിട്ടി. പിന്നെ എഡിറ്റിങ് ഒന്നും അത്രയ്ക്ക് എനിക്ക് ചെയ്യാൻ കിട്ടില്ല. അതുകൊണ്ട് ചില കുഴപ്പങ്ങളുണ്ട് തന്നെ. ചെറിയ വില്ലേജാ, ആകെ 4 വീടാണ് വില്ലേജ്. അത്ര നേരം നടന്നതിന് അത് കിട്ടിയതേ വലിയ കാര്യമാണ്. ഇവനിക്ക് നിൽക്കടാ ചിലപ്പോൾ എന്താ മാത്രം ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. ഗൈസ് നീ മാറും. എൻ്റെ വീട്ടിനുള്ളിൽ കയറിയിട്ട് നമുക്ക് എന്താ ഉള്ളതെന്ന് നോക്കാം. നമുക്ക് ആവശ്യമില്ല. പിന്നെ ഇതും കുറച്ച് ആവശ്യം വരും. ഈ ബുക്സ് യെസ് ബ്രോ. മണ്ട കുറച്ചുണ്ട് ഞാൻ കണ്ടില്ല. ഒന്നുമില്ല. ഓക്കെ ഇഞ്ചി ഇപ്പുറത്തോ മഞ്ഞ എന്നെപ്പോലെ മഞ്ഞക്കൾ റോസപ്പ് കൊടുത്തിട്ട് ചെയ്തായിരിക്കും. ഞാൻ ചോപ്പ് കളറും. മഞ്ഞ വേണം, ചോപ്പ് വേണം. ഞാൻ കൈ കിട്ടിയതെടുത്തു. മീൻസ് അപ്പോൾ ഇത്ര നേരം വന്നതിന് നമുക്ക് കിട്ടിയ വില്ലേജ് എവിടെയാണ്? ഇതാണ്. എന്തൊക്കെയാണ് ഞാൻ കാട്ടുന്നത്? നമുക്കിനിപ്പോൾ എന്താട്ടാ ഇത്ര വില്ലേജ് തപ്പി വന്നു. വില്ലേജ് കിട്ടി. പിന്നെ ഈ ഫുഡൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. കളക്ട് ചെയ്തിട്ട് കുറച്ച് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറുത് കളക്ട് ചെയ്യാം. അപ്പം അതിൻ്റെ ഇതും കിട്ടും. നമുക്ക് എന്താണ് അതിൻ്റെ പേര് കിട്ടില്ല, കിട്ടില്ലല്ലേ. അത് ഇത് ഫുള്ളും ആവണമെങ്കിൽ
ടൈം എടുക്കുന്നതാണ്. എന്തെങ്കിലും ഒന്ന് ചിലപ്പോൾ ഇനി കിട്ടും, പറയാൻ പറ്റില്ല. 2 അടി 3 അടി അടിച്ച് 2-3 അടി അടിച്ചിട്ട് പോവാം. ഇപ്പം ഞാൻ നോക്കുന്നത് നേരെ നമ്മുടെ ബേസിലായിട്ട് പോകാനാണ്. ഒരു പിന്നെ 2 എത്തി മതി. ഇനി നമുക്ക് നമ്മുടെ ബേസിലേക്ക് പോവാം. അപ്പോൾ ആ സാധനങ്ങൾ എടുത്തിട്ട് പോകുക. അവിടെ തൊള്ളാൻ വേണ്ട, എന്തായാലും നീറ്റായി അങ്ങനെ വില്ലേജ് കണ്ട് ഇപ്പോൾ തന്നെ പോകണ്ട. മേലെ കണ്ട അവിടെ വില്ലേജ് മേലെ തന്നെയാണ്. ഒന്നും ഇറങ്ങിയിട്ടില്ല. അതേപോലെ ഇതാ ഈ സാധനം എന്താണ് എൻ്റെ വേണ്ടത്? കൈ പിടിച്ചോട്ടെ. നമുക്കിത് ആവശ്യം വരും. ഓ ഒച്ചടാ, അതിന് തിളക്കൊക്കെ പോയി. പോകുമ്പെടുക്കാം. ഒന്ന് ഉറങ്ങി എണിക്കുക, ആ വില്ലേജ് തപ്പുക, അത്രേ ഉള്ളൂ. മേലത്തെ ഫുൾ ഇവിടുത്തെ ഫുള്ള് തടുത്തിട്ട് പോവുക. ഫുള്ളൊന്നും വേണ്ട, ഒന്നെങ്കിൽ ഒന്ന് വിളിക്കട്ടെ. അത് നമ്മൾ മേലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു വീട് കാണുന്നല്ലോ എന്ന്. യെസ്, എന്തായാലും വന്നു ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് പോവാം. പറയാൻ പറ്റില്ല, ഈ ഐലാൻഡ് കുറച്ച് പ്രത്യേകതയാണ് തോന്നുന്നു. ഫുൾ കണ്ടപ്പോൾ ചെറിയ ഐലാൻഡ് പോലെ തോന്നി. പോയപ്പോൾ മനസ്സിലാവുന്നത് വലിയൊരു ഐലാൻഡാണെന്ന്. ഇനി നമുക്ക് എൻ്റർടൈനെ കൊന്ന് അവിടെ നിന്ന് നമുക്ക് മറ്റേ എന്താണ് എൻസിറ്റി പോയി അവിടെ നിന്ന് നമുക്ക് എന്താണ് നെതറൈറ്റ് എന്താണ് അതിന് പറക്കുന്ന സാധനത്തിന് എന്താ പറയുമല്ലോ, അതിൻ്റെ പേര് കിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെ മേലേക്ക് പോകും? വരെങ്ങനെ പോവുക? ആ സ്റ്റെപ്പാണിത്. എന്തായാലും പറയും ഗൈസ്, അതെൻ്റെ നാക്കുകളിൽ വരുന്നില്ല. മറന്നു ഗൈസ്. പറഞ്ഞ പോലെ നമ്മൾ ഫുഡൊന്നും എടുക്കാം. ഫുഡിന് കുറവില്ല. കേവിക്കെത്തിയ എന്താടാ തൽക്കാലം ഞാൻ പോണു. ഞാൻ വന്നത് ഇതിനല്ല, എനിക്കതിൻ്റെ മേലെ കയറണം ഗൈസ്. നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് കയറാൻ പറ്റുമോ? എന്താ കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ നടക്കില്ലേ? നമ്മുടെ കുറച്ച് ഗ്രാസ് ബ്ലോക്കും ഉണ്ട്, അതും വെച്ച് കയറാം. ഇനി നടക്കില്ല പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ചാടുക, ഇവിടെ നിന്ന് മെല്ലെ കയറാം. വിചാരിച്ച സ്ഥലം എത്തിയില്ലെങ്കിലും കുറച്ചെത്തി. എടാ അത് എന്താണത്? ആളെ മക്കാറൊക്കെ ഓന് ശവലെടുത്തിട്ട് വന്നിട്ടില്ല. എനിക്കിട്ട് കിട്ടുന്ന പണി കണ്ടത് ചില്ലറ പണിയൊന്നല്ല കിട്ടണം. ഡോഗിക്ക് വേണ്ടി ബോൺ എടുക്കാൻ പോയപ്പോൾ ഡോഗി കാണാനില്ല. ഡോഗിയാണ് വെച്ചു. ഞാൻ പറഞ്ഞു കിട്ടാൻ വന്നു വെച്ചു. ഒരു വിചാരണ മാത്രമാണത്.
ഓ മൈ ഗോഡ്. നമ്മുടെ സ്വന്തം നമ്മുടെ അതിന് കുളം ബ്രോ മുട്ടണ്ണ എന്താ ബ്രോ മുട്ടണ്ണ ഫുഡ് ഫുഡ് ചർച്ച് പോലെയുള്ള കേസ് പക്ഷേ നമ്മുടെ വലിയ എനിക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടു. ഇവിടെ തപ്പി വന്നിട്ട് ഇവിടെ ബേസ് കട്ടായിരുന്നു കേട്ടാ. ഇല്ലേ വേറെ ലെവല്. സീന സ്ഥലം. പക്ഷെ നമ്മൾ ആ ഒരു സ്ഥലത്ത് ബേസ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആസ്വദിച്ചിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകണം. ഇവന്മാരിൽ നിന്ന് കുറച്ച് ലൂട്ടടിക്കാം നമുക്ക്. അങ്ങനെ ലൂട്ടടിച്ച് പൊട്ടിച്ച് കളയാൻ. അതിൻ്റെ പൊട്ടിച്ച് കളഞ്ഞാൽ ചക്കം നല്ല ഇതിലെന്താ ഉള്ളത്? വെറും ആപ്പിളു ബദ്ദു. എൻ്റെ അടുത്ത് നിറഞ്ഞു ഗൈസ്. വണ്ടി എന്താണ് ചെറുതായിട്ട് മൂക്കടപ്പുള്ള പോലെ. എൻ്റെ അടുത്ത ബ്രെഡ് ഇഷ്ട കണക്കിനുണ്ടല്ലോ മക്കളെ. ഇതിൻ്റെ നമുക്ക് ഇത് വേണമായിരുന്നു. എന്താണ് പറയുക? നമുക്ക് കിട്ടി ഇപ്പം തന്നെ. ഇനി കുറച്ചും കൂടി വീട്ടിൽ കയറാം, ലൂട്ട് അടിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അയങ്കോളിലൊന്ന് തല്ലി നോക്കണം. വേണ്ട, എൻ്റെ നല്ലതിന് ഞാൻ തല്ലാണ്ടിരിക്കുന്നതാണ് നല്ലത്. എനിക്ക് നല്ല പോലെ വീട്ടിൽ പോകണമെങ്കിൽ ഇത് വെച്ച് നോക്കട്ടെ. വെച്ച മരക്കേറി വന്നിരിക്കുമോ? വാടാ, നിൻ്റെ സാധനമാണ്. ആർക്കും വേണ്ട. ആർക്കും വേണ്ടെങ്കിൽ എനിക്ക് വേണം. പക്ഷെ ഞാനിപ്പോൾ ഹൈ ബ്രോ പറഞ്ഞാൽ മനസ്സിലാക്കാം നിനക്ക്. ഞാൻ നല്ല എവിടെ നമ്മൾ ആർക്കും വേണ്ടെന്ന് ബ്രെഡ് കുറച്ചെടുത്തിട്ട് പോവാം. ഓ മൈ ഗോഡ് നമ്മുടെ സ്ഥലമില്ല. വെറുതെ ഇല്ല, ആവശ്യമില്ലാത്തൊക്കെ പെറുക്കി വെച്ചാൽ പിന്നെ സാരമില്ലാണ്ട് ആവശ്യമില്ലാത്തൊക്കെ. എന്താ അവിടെ ഉണ്ടായത്? ഉണ്ടണ പഠിച്ചു പോയാ. എന്നാ അത് കയറി നിൽക്ക്. എങ്ങോട്ട് പോകണം നിൽക്ക്. ഇതെന്താ ഇതൊന്നും നോക്കാൻ പറ്റില്ല. പേപ്പർ ഉണ്ടെങ്കിൽ തന്നിട്ടുണ്ടാവില്ലേ? ലെവൽ 2 ഇത് കൊടുത്താൽ തന്നെ ഇത് മുമ്പ് തന്നെ കൊടുത്ത് തരിക. ഇതെന്താ നോക്കാനും പറ്റില്ല. അതന്നെയാണല്ലോ ഒന്ന് മാറി മനസ്സാന്. നീ ബുദ്ധിയുള്ളവനാവ്. ബ്രെഡ് എടുക്കാൻ വന്നാൽ ബ്രെഡ് എടുക്കാം. ഇവിടെ കൃഷി ചെയ്യാൻ പറ്റും. എടുത്ത പോലെ തന്നെ കൃഷി ചെയ്യാൻ
മൈ ഗോഡ്. ഫുഡ് 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 ഫുഡ്. ശരി മതി കേസ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സ്ഥലം കാര്യമാക്കല്ലേ. എൻ്റെ ഐക്കോണിക് പവറായി എടുക്കട്ടെ. വേണ്ട റീസ്പോൺസ് കിട്ടാനില്ല. എൻ്റെ ഇത് യൂസ് ചെയ്യണം. നിങ്ങളുടെ വീട്ടിൽ നായി പൂച്ച പൂച്ചയാണ്. നായി ശേഷിച്ച് ഉദ്ദേശിച്ചത് ഡോഗിനെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് വേറെ ഉണ്ടാവും. എടാ എന്നെ ഞാനിപ്പോൾ ഇനി ബേസ് എത്തട്ടെ. ഇനി ബേസ് എത്തിയിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാം. ബേസ് നമ്മൾ ഒരു ഉറക്കം കൂടി കുറച്ചും കൂടി വന്നിട്ട് നമ്മൾ ഉറങ്ങി കാണിക്കാൻ പറ്റും. നമ്മുടെ സ്ഥലം എത്തിയിട്ടില്ല, എന്നാലും നമ്മളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യില്ല. ഹോ ഹോ നെക്സ്റ്റ് വില്ലേജ്. വാവ് സീനല്ലേ. ഞാൻ ചെയ്തതാണ് നാറച്ചക്ക. ഞാനൊന്നും കണ്ടിട്ടില്ല. ഓ ഇത് സീനിട്ട വില്ലേജ്, വേറെ ലെവൽ വില്ലേജ്. സൂപ്പർ വില്ലേജ് തന്നെയാണ്. ഞാൻ വിചാരിച്ചതിനോടെ സൂപ്പർ വില്ലേജ് കേട്ടോ. കാണുമ്പോൾ അതും വേറെ ലെവൽ വില്ലേജാണ്. തോന്നുന്നു നമ്മൾ എത്തിയ സ്ഥലം. ഓ ഓ ഓ ഓ അങ്കർ ലെവലില്ല. ഫുള്ളാക്കട്ടെ. ഇതത്ര പവർഫുൾ അല്ല. കഴിക്കത്തൊന്നും ആഴ്ച തന്നെ ലൈഫ് കൂട്ടി. വാവ് പ്രത്യേക സീൻ കേട്ടോ ആ വില്ലേജ്. ഇവിടെയും നമ്മുടെ ചക്കനുണ്ടല്ല അയൻ കൊള്ളം. ഇവിടെ എന്താണ് സ്പെഷ്യൽ ഫുഡ്സ്? ഇതെന്താണ്? ഇതും അതേ തന്നെയാണല്ലോ. ക്യാരറ്റൊക്കെ വേണം. ക്യാരറ്റ് തിന്നാനാണ് സുഖം. ഇതും ക്യാരറ്റാണ്. നോക്കട്ടെ, നീ തന്നെ കഴിച്ചോ. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഓ മരി എങ്ങനെ അടിക്കുക? 2 കൈ കൊണ്ട് പിടിച്ചാൽ അടിക്കുമോ? എന്ത് വില്ലേജാണ് അല്ലേ? ഗൈസ് നമ്മുടെ ബേസിക്ക് എത്തിയിട്ടൊന്ന് ഞാൻ റെഡിയാക്കാം ഗൈസ്. പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ ബേസിനകത്ത് എത്തി. ഞാൻ കുറച്ച് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. അവിടേക്കൊന്ന് പോവാം. പഴയ സ്ഥലം നമുക്ക് നല്ല സാധാരണ നമുക്ക് ഇങ്ങനെയൊന്ന് അങ്ങോട്ട് പോയിട്ട് വരാം. എവിടെ ഇങ്ങനെയൊന്ന് പോവാം. ഇങ്ങനെയൊന്ന് അവിടേക്കൊന്ന് പോയിട്ട് വരാം. അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം നമുക്ക്. ഞാൻ നേരത്തെ അങ്ങനെ വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ പറഞ്ഞില്ലേ അവിടെയും നമുക്ക് നോക്കണമെന്ന്. ഇത് അവിടെ പറഞ്ഞു. ഇവിടെ ഒന്ന് നോക്കിയിട്ട് എങ്ങോട്ടേലും പോവുക ഗൈസ്. ഈ വീഡിയോ തന്നെ ഓവർ ലെങ്ത്തായി എന്നാണ് ഞാൻ തോന്നുന്നത്. എനിക്ക് ഓവർ ലെങ്ത്തായി. അപ്പോൾ നമുക്ക് അവിടെയും കൂടെ എന്താ നോക്കിയിട്ട് നമുക്ക് നിർത്താം. അവിടെ വില്ലേജ്. എത്രാമത്തെ വില്ലേജാണിത്? 3ാമത്തെ വില്ലേജ് അല്ലേ? അതും എൻ്റെ ബേസിൽ നിന്ന് കുറച്ചിങ്ങോട്ട് വന്ന ആ വില്ലേജ്. ഇതുപോലും അറിയാണ്ട് എവിടെയൊക്കെ നടന്നു. നമുക്ക് ഈ വില്ലേജ് മതി. മിണ്ടാണ്ടപ്പോൾ ഞാൻ ഇവിടെ ബേസ് കിട്ടിയാൽ പോരെ ഗേസ്? എനിക്കെന്നെ ഇതുമാതിരി ദേഷ്യം കയറി വരിക. കണ്ട എൻ്റെ വില്ലേജിലും ഇത് തന്നെയാണ്. എൻ്റെ വില്ലേജ് കണ്ട. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള വില്ലേജിൽ ക്യാറ്റൊക്കെ ഉണ്ട്. അതിപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് ദേഷ്യം വരും ഗേസ്. ശരിക്കും എപ്പോഴാണ് ശ്രദ്ധിക്കണേ. ഇവിടെ വില്ലേജ് ഉണ്ടെന്ന് എനിക്കിപ്പോൾ അറിയണേ. എനിക്കൊക്കെ ഒരു ഇത്
ഇനി വില്ലേജ് ഗൈസ്. ഇതാണ് വില്ലേജ്, താവണം വില്ലേജ്. എന്താ അല്ലേ, നമ്മുടെ വില്ലേജാണ് വില്ലേജ്. അപ്പോൾ വില്ലേജ് തപ്പിപ്പോയിട്ട് വീട്ടിൻ്റെ അടുത്തുള്ള വില്ലേജ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടും സോറി വില്ലേജാ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി തപ്പിപ്പോയിട്ട് ഒരു 2 വില്ലേജ് കിട്ടി. കുറച്ച് വീടിൻ്റെ ഇപ്പുറത്തുള്ള ഐലാൻഡിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ ഈ തൊട്ടടുത്തൊരു വില്ലേജ് ഉണ്ടെന്ന് ഇപ്പോഴല്ല കേസ് അറിയണത്. അപ്പം ഞാൻ പൊട്ടണ ഇത്രയും നാൾ ഞാൻ പൊട്ടണ കേസ്. ഈ വീഡിയോ തന്നെ ഓവർ ലെങ്ത് ആയി എന്നാണ് ഞാൻ തോന്നുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കൊണ്ടുവന്നാൽ സീ യു, ബൈ ബൈ.